നമ്മളെ അടുക്കളത്തോട്ടത്തിൽ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും ഒരുപാട് കാലം നമുക്ക് വിളവ് തരുന്നതുമായ ഒരു കൃഷിയാണ് വഴുതന. അത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ നോക്കാം. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അത്യാവശ്യം വെയിലും കുറച്ച് വെള്ളവും കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഏത് സ്ഥലത്താണെങ്കിലും വഴുതന ഇതുപോലെ കായ്ച്ചിട്ടു. നടുന്നതിന് വേണ്ടി തൈകൾ നമുക്ക് വിത്ത് പാവിട്ട് മുളപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് വല്ല നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല തൈകൾ കിട്ടുകയാണെങ്കിൽ അതും വാങ്ങാം. ഞാൻ പലപ്പോഴും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ വഴുതന തൈകൾ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള പലതരം വഴുതനങ്ങൾ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ വഴുതന തൈകൾ നമ്മുടെ വീട്ടിലുള്ള വഴുതനയുടെ വിത്ത് പാവി മുളപ്പിച്ചതാണ്. ഇത് പറിച്ചു നടാനുള്ള പ്രായമായിട്ടുണ്ട്. സാധാരണ നടുന്ന സമയത്ത് പലരും പോട്ട് മിക്സറൊക്കെ തയ്യാറാക്കിയിട്ട് നട്ടു കൊടുക്കാറുണ്ട്. ഞാനിത് വെറും സാധാരണ മണ്ണിലാണ് നട്ടു കൊടുക്കുന്നത്. വഴുതന തൈ നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റു പച്ചക്കറി തൈകൾ പോലെയല്ല, ഇത് 4-5 വർഷം നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിൽ തന്നെ നട്ടു കൊടുക്കണം. നട്ടു കൊടുക്കുന്ന പാത്രങ്ങൾ വലിപ്പം വേണമെന്ന് മാത്രമല്ല, അത് നിറച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് മാത്രമേ അതിൽ നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം അതിന് നമുക്ക് ഒരുപാട് തവണ വളം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വളം ചേർക്കുന്ന സമയത്ത് ഒരു അല്പം മണ്ണും കൂടി മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. ഒരു ബക്കറ്റിൽ 2-3 തൈകൾ വെച്ച് ഇതേപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കൂട്ടോ. അതിന് വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് നല്ല വളം നമ്മൾ കൊടുക്കണം. ശരിക്കും നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി അതൊക്കെ ആയിട്ട് മണ്ണൊക്കെ ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പോരാത്തതിന് നമ്മളെ പറമ്പിലുള്ള പുല്ലുകളും അതേപോലെ എല്ലാ കരിയിലും ഒക്കെ ഇട്ട് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു വളവും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതില്ല. ഞാൻ പച്ചക്കറി തൈകൾക്കൊന്നും സമയം കണക്കാക്കിയിട്ടില്ല വളം ചേർത്ത് കൊടുക്കാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശായിട്ട് എന്തെങ്കിലും ജൈവവളങ്ങളായിട്ടും അതേപോലെ കിച്ചൺ വേസ്റ്റിനുള്ള എന്തെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളൊക്കെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കും. ഇപ്പൊ നമ്മുടെ മുറ്റത്തുള്ള പുല്ലുകളൊക്കെ പറിച്ച് അതിന്റെ മേലോട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് കരിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വളം ചെയ്യുന്നത്. പിന്നെ അതിന്റെ മേലെ ഞാൻ ഒരു പിടി വേപ്പുമണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പുമണ്ണാക്കിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കീടബാധകളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഏത് വളം ചെയ്ത് കൊടുക്കുമ്പോഴും അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, നല്ലതാണ്. ഞാൻ അടുക്കള വേസ്റ്റ് മാത്രമല്ല, മീൻ കഴുകിയ വെള്ളവും അതേപോലെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ കൂടി ഒരു ബക്കറ്റിലിട്ട് ഒഴിച്ച് വെച്ചിട്ട് അതും കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെടികളൊക്കെ വളർന്നിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് 1-2 വർഷം മാത്രമേ ഗ്രോ ബാഗിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ നിലത്തേക്ക് അല്ലെങ്കിൽ വലിയ ബക്കറ്റിലേക്ക് പറിച്ച് മാറ്റി നടുകയും ചെയ്യാം. റീപോട്ടിങ്ങിന്റെ സമയത്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വീണ്ടും ധാരാളം വഴുതനങ്ങ കായ്ച്ചു കിട്ടും. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരുന്ന സമയത്ത് അതിന്റെ തൂമ്പൊക്കെ ഒന്ന് ഉള്ളി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും ചെയ്യും. എല്ലാ ബ്രാഞ്ചുകളിലും ഇതേപോലെ തന്നെ വഴുതനങ്ങ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. കായ്ച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മൂക്കുന്നതിന്റെ മുന്നായിട്ട് തന്നെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. കൂടുതൽ കായ്കൾ പിടിക്കാനും നമ്മുടെ ചെടികൾക്കും അത് തന്നെ ഇഷ്ടം, അതിന്റെ വിളവ് എടുക്കുന്നതാണ്. ഇപ്പൊ കുറച്ചധികം കായ്ച്ചു നിൽക്കുന്നുണ്ട്. അതിൽ പൊട്ടിക്കാനും പ്രായമായിട്ടുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. വഴുതന കൊണ്ട് സാമ്പാറിലിടാനും അതേപോലെ തോരൻ വെക്കാനും മാത്രമല്ല കേട്ടാ, ഒരുപാട് തരം കറികളും അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ചിലവരത് മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുക്കാറുണ്ട്. ആ സമയത്ത് ഒരുപാട് എണ്ണ അത് കുടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യാറില്ല. എണ്ണ ആവശ്യത്തിലധികം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇതിൽ വെറുതെ ഒരു സവാള മാത്രം അരിഞ്ഞിട്ട് വറവിടാതെ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഒരുപാട് എണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് കഴിച്ച് ശീലമായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ റെസിപ്പീസ് ഒക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിയേ. ഇതുപോലെ വളരെ കുറച്ച് ശ്രദ്ധ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒന്നിവിടട്ടോ ദിവസങ്ങളിലൊക്കെ വഴുതനങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ഇത്ര വലിയ വഴുതനങ്ങൾ നമുക്ക് പറിച്ചെടുക്കാനും സാധിക്കും.